ഹായ് ആസ്പിരൻസ്. അപ്പോൾ വരുന്ന നവംബർ 30 നമ്മുടെ IBPS POന്റെ മെയിൻസ് എക്സാം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ എങ്ങനെയാണ് മെയിൻസിന്റെ ഓരോ പേപ്പേഴ്സും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ സിലബസ് വരിക അല്ലെ. മെയിൻസിൻ്റെ ഇതിൽ ജനറൽ അവയർനെസ് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 സെക്ഷൻസിലും നമുക്ക് സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ. സെക്ഷൻ എ എന്ന് പറയുന്നത് 2 മാർക്കും അതുപോലെ തന്നെ സെക്ഷൻ ബി എന്ന് പറയുന്നത് 1 മാർക്കിനുമാണ് എന്ത് ചെയ്യുന്നത്, അലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അലോട്ടഡ് മാർക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ സെക്ഷൻസും അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 മാർക്കിൻ്റെ സെക്ഷൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, 2 മാർക്കിൻ്റെ സെക്ഷൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ എല്ലാ പ്രാവശ്യവും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ചില എക്സാംസിന് സെക്ഷൻ എ വന്നിട്ട് കുറച്ച് എളുപ്പവും സെക്ഷൻ ബി വന്നിട്ട് അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടൈറ്റ് ആയിട്ടും വന്ന ഇതുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് സെക്ഷൻ എടുത്താലും ആദ്യം ചെയ്യേണ്ട ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ ആ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആദ്യം എല്ലാം ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കുക. അതായത് ഒരു 2 മുതൽ 3 മിനിറ്റ്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സെക്ഷൻസിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, മൊത്തത്തിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് എന്ന് ആദ്യം അനലൈസ് ചെയ്യാം. നമ്മുടെ പ്രിലിംസ് പോലെ ഇതിൽ സ്പീഡല്ല നമുക്ക് മെയിനായിട്ടും ആവശ്യം. നമുക്ക് IBPS POയിൽ മെയിനായിട്ടും വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്ന സ്കില്ലാണ് നമുക്ക് IBPS PO മെയിൻസ് എക്സാമിൽ വേണ്ടത്. ഇതിനൊക്കെ പുറമെ നിങ്ങൾ ഒരിക്കലും എന്താവരുത്, ഏത് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഒരിക്കലും എന്താവരുത്, ടെൻസ്ഡ് ആവുകയും ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പൊ എല്ലാ സെക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുക, 2-3 മിനിറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്ത് റീഡ് ചെയ്ത് നോക്കാം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രഷർ ചെലുത്തരുത് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ IBPS PO മെയിൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ സെലക്ഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നമുക്കറിയാം എപ്പോഴും IBPS POന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ടോട്ടൽ 225 മാർക്കിൽ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 70 to 80 അല്ലെങ്കിൽ 85 എന്ന് പറയുന്ന റേഞ്ചിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെയിനായിട്ടും 225 മാർക്കിലാണ് ഈ ഒരു കട്ട് ഓഫ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് മാർക്സ് നമുക്ക് മേടിക്കണം എന്നില്ല അല്ലെ. അതായത് മെയിൻസ് ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്ത് മതി, ഒരു സെക്വയർഡ് ആയിട്ടുള്ള മെയിൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 70 മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയൊക്കെ കിട്ടിയാൽ മതി, ഒരു 80 ഒക്കെ കിട്ടിയാൽ നമ്മൾ വളരെ സേഫ് സോൺ ആണെന്ന് പറയാൻ പറ്റും കേട്ടോ. ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിൻ്റെയൊക്കെ എക്സസ് ആണെങ്കിൽ നമുക്കൊരു സേഫ് സോൺ ആണ്. വളരെ നല്ല രീതിയിൽ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്താൽ നമ്മുടെ സീറ്റ്സ് IBPSൽ അലോട്ട് ചെയ്ത ബാങ്ക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് റീസണിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തായാലും ഹൈ ലെവൽ റീസണിംഗ് പ്രോബ്ലംസ്, ഹൈ ലെവൽ പസിൽസ് എന്തായാലും ഉണ്ടാകും, അത് കൺഫേം ആയിട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ടാകും, അതുപോലെ തന്നെ ഹൈ ലെവൽ ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ 2-3 മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്ക് എത്രത്തോളം നിങ്ങൾ മോക്സ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നോ അത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്ട്രെങ്ത് അനലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യണമെന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അറിയാൻ പറ്റും അല്ലെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ്, 2-3 മിനിറ്റിന്റെ കോൺസെപ്റ്റ് ഒരിക്കലും മറക്കരുത്. അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹൈ ലെവൽ പ്രോബ്ലംസ് വരുന്നു, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വലിയ വലിയ സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. കാരണം കുറെ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യാറുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ബാങ്കിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ
നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആണെങ്കിൽ ഒരു 6 മാസത്തെ ബാങ്കിങ് അല്ലെങ്കിൽ ജനറൽ എക്കണോമി അവയർനെസ്, ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു 8 മാസത്തേക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താകും, വളരെ നല്ല സ്കോർ തന്നെ GK എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ശരിക്കും GK എന്ന് പറയുന്നത് IBPS PO മെയിൻസിന്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയായിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും കേട്ടോ സ്റ്റുഡൻസ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാത്സിന്റെ സെക്ഷൻ ഏറ്റവും കൂടുതൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾക്ക് ഏതെന്നാണ്, മാത്സിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, മാത്സ് അല്ല ഇവിടെ പറയുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 25 ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിൻ്റെ, അതായത് ടോട്ടൽ 60 മാർക്കിൽ 50 മാർക്കും ഏതാണ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. അതായത് ടോട്ടൽ 60 മാർക്കിന് ചോദിക്കുന്നുണ്ട്, അതിൽ 50 മാർക്കും എന്തെന്നാണ് പറയുന്നത്, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. ഇതിൽ ഡാറ്റ അനാലിസിസ് ഉണ്ടാകും, കേസ്ലെറ്റ്സ് ഉണ്ടാകും, പിന്നെ അരിത്തമെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകും, ക്വാണ്ടിറ്റി കമ്പാരിസൺസ് ഉണ്ടാകും, സീരീസ് ഉണ്ടാകും, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷനിൽ നിന്നും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനും എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ 2-3 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് എന്ത് നോക്കുക, നിങ്ങൾ എല്ലാം വായിച്ച് നോക്കുക കേട്ടോ. കാരണം കഷ്ടം എന്ന് പറയുമ്പോൾ, അതായത് ഒരു പേപ്പർ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും എന്ത് തന്നെയായിരിക്കും, ടഫ് തന്നെ ആയിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ഓരോ പ്രോബ്ലംസും വളരെ നല്ല രീതിയിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, ശരി ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് മാത്സിൽ മെയിനായിട്ടും വരുന്നത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ സ്റ്റെക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ നിൽക്കരുത്, അത് ലീവ് ചെയ്യുക. കാരണം നമുക്ക് പറ്റുന്ന പ്രോബ്ലംസും എന്തായാലും ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു സെലക്ഷൻ അപ്രോച്ച് നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് എന്ന് പറയുന്ന സെക്ഷൻസിൽ മെയിൻ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു പോകണം കേട്ടോ. ഇനി അതേപോലെ തന്നെ മറ്റ് ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക ഇംഗ്ലീഷിലൊക്കെ. ഇംഗ്ലീഷിലും GKയിലും നല്ല രീതിയിലുള്ള സ്കോർ തന്നെ നിങ്ങൾ എന്ത് ചെയ്തെടുക്കുക, സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. എപ്പോഴും നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ എഡിറ്റോറിയൽ സെക്ഷൻസ് ഒക്കെ എപ്പോഴും വായിക്കുന്നത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ PO മെയിൻസിന്റെ എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. എഡിറ്റോറിയൽ വായിക്കുന്നവർക്ക് നല്ല രീതിയിൽ അറിയാം, അത്രത്തോളം അവരുടെ വായന ഈ എക്സാമിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. കാരണം ലാംഗ്വേജ് ഡെവലപ്പ് ആകും, റീഡിങ് കോംപ്രിഹെൻഷൻ വായിക്കുന്ന സ്കില്ല് നിങ്ങളുടെ കൂടും, വൊക്കാബുലറി കൂടും, ഇതെല്ലാം നിങ്ങൾക്ക് എന്താകും സ്റ്റുഡൻസ്, ഇംപ്രൂവ് ആകും കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 4 സെക്ഷൻസും ഡീൽ ചെയ്യേണ്ടത് കേട്ടോ. ഇറ്റ്സ് അബൌട്ട് സെലക്ടിങ് ദി സ്ട്രോങ് ഏരിയാസ്. ഓക്കെ, അതായത് നമ്മുടെ സ്ട്രോങ് ഏരിയ എത്ര നന്നായിട്ട് സെലക്ട് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടും ഈ ഒരു സെക്ഷൻസിൽ നമ്മൾ നോക്കേണ്ടത്. അതിൽ പെർട്ടിക്കുലർലി ആപ്റ്റിറ്റ്യൂഡിലും റീസണിങ്ങിലും സ്ട്രോങ് ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ GK ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ GK നിങ്ങൾ 6 മുതൽ 8 മാസം വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ GKയിൽ ഒരു സ്കോർ കിട്ടും, ഉറപ്പാണത്. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ഇംഗ്ലീഷ് എഡിറ്റോറിയൽ അതുപോലെ തന്നെ റീഡിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം മോക്സ് ചെയ്തിട്ടുണ്ടോ, അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നമ്മുടെ മാർക്ക് ഈ ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി വൺ ഓഫ് ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്തെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ലെറ്റർ റൈറ്റിങ്ങും അതുപോലെ തന്നെ എസ്സേ റൈറ്റിങ്ങും, അതായത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിംഗ്. അതായത് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ സെക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ 25 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. 10 മാർക്കിൻ്റെ ലെറ്റർ റൈറ്റിങ്ങും 15 മാർക്കിൻ്റെ എസ്സേയുമാണ് എന്തിൽ ചോദിക്കുന്നത്, ഡിസ്ക്രിപ്റ്റീവിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ഈ 25 മാർക്കിൽ ഒരു 20ൻ്റെ എബോവ് മാർക്ക് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കണം, എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാക്സിമം ഒഴിവാക്കുക, ഗ്രാമാറ്റിക്കൽ എററും കുറയ്ക്കുക. അപ്പോൾ ഞാൻ പറയുന്ന വേറെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, 3 ലെറ്റർ റൈറ്റിംഗ് ആണ് പറയുന്നത് അല്ലേ. അപ്പം 3 ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മൾ ഒരെണ്ണം എഴുതിയാൽ മതി അല്ലേ. അപ്പം എൻ്റെ ഒരു സജഷനാണ്
കൂടുതലായിട്ടും ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഫ്രം, ടു, സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, കണ്ടന്റ്, അപ്പം ഇതൊക്കെ ആവുമ്പോൾ തന്നെ കുറേ എന്ത് പോകും, നമ്മുടെ ലെറ്റേഴ്സ് തികയും അല്ലേ. നിങ്ങൾ ഒരിക്കലും പറഞ്ഞ ലെറ്റേഴ്സിനേക്കാൾ ഒരുപാട് എക്സീഡ് ചെയ്ത് എഴുതരുത് കേട്ടോ. ഇപ്പം ലെറ്റർ റൈറ്റിംഗ് 150 വേർഡ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം 150 to 160, അതായത് 150യെക്കാട്ടിലും കുറഞ്ഞാലും വലിയ പ്രശ്നം വരില്ല. നിങ്ങൾ ഒരുപാട് കുറയരുത് നിങ്ങൾ, പക്ഷെ ഒരുപാട് എക്സസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എഴുതി പോകരുത് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നതിലാണ് ഡിസ്ക്രിപ്റ്റീവില് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എസ്സേ റൈറ്റിംഗിൽ എന്ത് വേണം, നല്ല രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അതിൻ്റെ ഒരു കണ്ടന്റ്, ഏത് കണ്ടന്റ് ആണോ ഉദ്ദേശിക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിലുള്ളൊരു എസ്സേക്ക് ഒരു കൺക്ലൂഷനും കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ഇത് തെറ്റ് വരുത്തരുത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത്. അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ എറർ മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. 25 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം അതിൽ എത്ര സ്കോർ ചെയ്യുന്നോ അത്രയും സ്കോർ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാക്കി സബ്ജക്റ്റിൽ നിന്നും കുറവ് മേടിച്ചാൽ മതി അല്ലേ. ഞാൻ പറഞ്ഞു ഒരു 80 മാർക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സേഫ് ആണ്. അപ്പോൾ 20 മാർക്കൊക്കെ ഡിസ്ക്രിപ്റ്റീവ് നിന്ന് കിട്ടുകയാണെങ്കിൽ ബാക്കി ഉള്ള 4 സെക്ഷനും കൂടെ നമുക്ക് എന്ത് മേടിച്ചാൽ മതി സ്റ്റുഡൻസ്, 60 മാർക്സ് മേടിച്ചാൽ മതി അല്ലേ. അപ്പോൾ 60 മാർക്സ് മേടിക്കുന്നു പറയുമ്പോൾ ആവറേജ് ഒരു 15 മാർക്സ് വെച്ചിട്ട് എല്ലാ സെക്ഷനും മേടിച്ചാൽ മതി. അപ്പോൾ പക്ഷെ GKയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷും നല്ല രീതിയിൽ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആവറേജ് 15നേക്കാൾ എബോവുമാകും അല്ലേ. അപ്പോൾ എനിക്ക് ഒരു കാര്യമേ എല്ലാവരുടെ അടുത്തും പറയാനുള്ളൂ സ്റ്റുഡൻസ്, നിങ്ങൾ ഒരിക്കലും എന്താകരുത്, ടെൻഷൻ ആകരുത് കേട്ടോ. പിന്നെ തലേ ദിവസം, അതായത് എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരിക്കലും നിങ്ങൾ എക്സാമിൻ്റെ തലേനാൾ ഒരിക്കലും ഒരുപാട് പഠിക്കേണ്ട. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെയിനായിട്ടും എന്ത് ചെയ്യുക, അന്നത്തെ പേപ്പർ, അതായത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എഡിറ്റോറിയൽ എന്തായാലും ഒന്ന് വായിച്ചു പോവുക തലേ ദിവസത്തെ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് GK നമ്മൾ എന്ത് ചെയ്യുക സ്റ്റുഡൻസ്, നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്തിട്ടും പോവുക കേട്ടോ. ജസ്റ്റ് തലേ ദിവസം ഇരുന്നിട്ട് എല്ലാ GKസും നിങ്ങൾ പഠിച്ചത് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് വളരെ ഉപകാരമായിരിക്കും. കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർമ്മയിൽ ഉണ്ടാകും കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ GKയുടെയും ഇംഗ്ലീഷിൻ്റെയും ഏരിയാസ് എത്രത്തോളം സ്ട്രോങ് ആക്കുന്നോ അത്രത്തോളം നമ്മുടെ ചാൻസസ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻ കണ്ടിട്ടോ റീസണിങ്ങിൻ്റെ സെക്ഷൻ കണ്ടിട്ടോ ഒരിക്കലും പേടിക്കരുത്. കാരണം കുറച്ച് സ്കില്ല് വേണ്ട സെക്ഷനാണ് അല്ലേ. കാരണം നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സെക്ഷനാണ്. ഒരിക്കലും അത് വരുത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റുഡൻസ്, വളരെ നല്ല രീതിയിൽ തന്നെ അതിനെന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ചെയ്തു പോകണം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, നല്ല മൈൻഡിൽ തന്നെ എക്സാമിലോട്ട് പോവുക, എക്സാം സെൻറ്ററിലോട്ട് നേരത്തെ എത്തുക, ഒരിക്കലും ഡിലേ ആക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് സ്റ്റുഡൻസ്. ഓക്കെ, ബൈ.